Hello friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഫ്രഞ്ച് ഓപ്പറ കേക്കാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അറിയട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഓപ്പറ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് ബദാം പൊടിച്ചപ്പോൾ എനിക്ക് ഇത്രയാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്ത് നിൽക്കണ പോലെ മൈദ ഇട്ടിട്ട് ഞാൻ എൻ്റെ ട്രേ ഇച്ചിരി വലുതായ കാരണം ഞാൻ വീണ്ടും 1 കപ്പ് മൈദ ഇടുന്നു. ബേക്കിംഗ് പൗഡർ 2 സ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 സ്പൂൺ, ഉപ്പ് ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ അരിക്കുമ്പോൾ തരിത്തരിയിലുണ്ടായാലും പ്രശ്നമില്ല, അത് നമുക്ക് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നതെന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പോൾ ഒരു കേക്കിന് സത്യം പറഞ്ഞാൽ 4 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 8 മുട്ട എടുത്തിട്ടുണ്ട്. എൻ്റെ ട്രേ ഇച്ചിരി വലുതായ കാരണം. പിന്നെ ഇത് ഞാൻ 2 കിലോ വരുന്ന പോലെയാണ് ഈ കേക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ 8 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ലെമൺ ജ്യൂസ് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 1.5 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടറാണ്. ഇനി നമുക്കിതിൽ ഫുള്ളാവുന്ന പോലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് സൺഫ്ലവർ ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യണതിനും കുഴപ്പമില്ല. ബട്ടർ ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കേക്ക് ട്രേ ഇവിടെ ബട്ടർ പേപ്പറും ഓയിലും യൂസ് ചെയ്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്ക്രൂ വയർ യൂസ് ചെയ്തിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഓവൻ സെറ്റപ്പ് അവിടെ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാം. നമുക്ക് ഗനാഷ് ഉണ്ടാക്കാം. ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 250 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് മെൽറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ചട്ടി ചൂടാവുമ്പോൾ ബദാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നട്ട്സ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് എടുക്കാം. എന്നിട്ട് നമ്മളൊരു പ്ലേറ്റിൽ എണ്ണ പുരട്ടി വെച്ചിട്ട് അതിലേക്ക് വേണം ഇതും എടുക്കാൻ. അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ നല്ല സിമ്പിളായിരിക്കും. അപ്പം ഞാനിവിടെ 2.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് വേണമെങ്കിൽ റം ഒഴിക്കാവുന്നതാണ്. ഞാൻ ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഐക്കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തുള്ളി ക്രീം വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഇത് കാണാനില്ല. ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാരയിൽ 2 കപ്പ് വെള്ളം ചേർത്ത് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ റം ഒഴിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഒഴിച്ചിട്ടില്ല. നമുക്ക് ഷുഗർ സിറപ്പിലൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സും അതൊന്ന് കുത്തി പൊട്ടിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗനാഷിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ല. അപ്പോൾ നമ്മൾ ഇത് ഒരു ലെയറിൽ ഫുള്ളായിട്ട് ഇതാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ഇതൊരു അരവണ പായസത്തിൻ്റെ ഒരു തിക്നെസ് വരും. അപ്പോൾ നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം.
ടോപ്പ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗനാഷിൽ ബാക്കി വന്നത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല, ടോപ്പിലൊന്ന് കവർ ചെയ്താൽ മതി. കേക്കിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് സൈഡ് കവർ ചെയ്യാത്തതാണ്. അപ്പോൾ നമ്മൾ 4 സൈഡിൽ നിന്നും സൈഡ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യണത്. ഇപ്പോൾ കേക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പീസിലും ഗോൾഡൻ ഷുഗർ ബോൾസും പിന്നെ സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഉണ്ടാക്കിയ കേക്കായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പോൾ ഇത് ഞാൻ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തൊരു കേക്കായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സൈഡ് കവർ ചെയ്ത കേക്കാണല്ലോ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് സൈഡ് കവർ ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒപ്പേര കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് നമുക്ക് സോക്കിങ്ങിൻ്റെ സമയത്തും പിന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്തും റം ഒഴിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഒഴിച്ചിട്ടില്ല, എന്നിട്ടും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.